Hello everyone, I am Naushad, your English teacher. Hope you are all fit and fine. Today, I am here to discuss the first unit of your English course book, Unit 1, Glimpses of Green. In the first unit, we have 3 chapters, 2 short story and 1 poem. The first one is Adventures in a Banyan Tree by Ruskin Bond. The Snake and the Mirror by Vaikam Muhammad Bashir. And the final one is a poem written by William Wordsworth, Rains Written in Early Spring. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യ ചാപ്റ്ററായിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ചാപ്റ്ററാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുമുമ്പായിട്ട് നമുക്ക് യൂണിറ്റിൻ്റെ പേര് ഒന്നും കൂടെ നോക്കാം. ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. വാട്ട് യു മീൻ ബൈ ഗ്ലിംസസ്? ഗ്ലിംസസ് മീൻസ് എ ബ്രീഫ് ലുക്ക്. അതായത് നമ്മളൊരു അർദ്ധവീക്ഷണം, ഒരു നോക്ക്, ഒരു നോട്ടം എന്നൊക്കെയുള്ള അർത്ഥമാണ് നമ്മൾ ഗ്ലിംസസ് എന്ന് പറയുന്ന വേർഡിനുള്ളത്. വാട്ട് ഈസ് ഗ്രീൻ? ഹിയർ ഗ്രീൻ മീൻസ് ദ ഗ്രീനറി ഓർ അവർ നേച്ചർ ഈസ് കോൾഡ് ദ ഗ്രീൻ. അപ്പോൾ നമ്മുടെ പ്രകൃതിയാണ് ഇവിടെ ഗ്രീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിലേക്കുള്ള ഒരു നോട്ടം, എ ബ്രീഫ് ലുക്ക് എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ഇന്ത്യൻ എഴുത്തുകാരനായിട്ടുള്ള റസ്കിൻ ബോണ്ടിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത്, നാച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീങ്സ്. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. അല്ലേ, നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കുമുള്ളതാണ്. നോട്ട് ഓൺലി ഫോർ ഹ്യൂമൻസ് ബട്ട് ഓൾസോ ഫോർ ഓൾ അതർ ലിവിങ് ബീങ്സ് ഇൻ അവർ എർത്ത്. അല്ലേ, നമ്മുടെ ലോകത്തിലെ, നമ്മുടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ട ഒന്നാണ് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യന്മാരുടെ മാത്രം സ്വകാര്യമായിട്ടുള്ള ഒരു സ്വത്തല്ല പ്രകൃതി. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താണ്, ആ പ്രകൃതിക്ക് ഇണങ്ങിക്കൊണ്ട്, അല്ലേ, ഹാർമണി, അല്ലെ, ആ പ്രകൃതിയോടൊപ്പം അല്ലെങ്കിൽ പ്രകൃതിയോട് ഐക്യപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ബീങ് വൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ്. അപ്പോൾ തീർച്ചയായിട്ടും പറയാൻ പറ്റും നമുക്ക് പ്രകൃതിയോടിണങ്ങി ജീവിക്കുക അല്ലെങ്കിൽ പ്രകൃതിയോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്ന എല്ലാ സമയത്തും എന്താണ്, മെസ്മറൈസിങ്, അല്ലേ, നമ്മളെ മോഹിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് പ്രകൃതിയോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളെ മയക്കുന്ന, അല്ലെ, നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലെഷർ ടൈം വിത്ത് നേച്ചർ? നിങ്ങൾക്ക് നിങ്ങളുടെ ഒഴിവ് സമയം, നിങ്ങളുടെ ലെഷർ ടൈം, അല്ലെ, പ്രകൃതിയോടൊപ്പം ജീവിക്കാനുള്ള അവസരം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അല്ലെ, പലപ്പോഴും നമ്മൾ പല സമയത്തും വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒന്ന് പ്രകൃതിയിലേക്ക് ഇറങ്ങാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിലും വിസിറ്റ് ചെയ്യാൻ വേണ്ടി, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പലപ്പോഴും നമ്മളൊക്കെ പ്രകൃതിയോടൊപ്പം നമ്മളെ സമയം നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട്. ലെറ്റ്സ് റീഡ് ഹൗ എ ബോയ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ബ്ലെൻഡഡ് വിത്ത് ദ എസൻസ് ഓഫ് നേച്ചർ. അപ്പോൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന ഇന്ത്യൻ എഴുത്തുകാരൻ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹൗ എ ബോയ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ബ്ലെൻഡഡ് വിത്ത് ദ എസൻസ് ഓഫ് നേച്ചർ. അല്ലേ, എങ്ങനെയാണ് ഒരു കുട്ടി, ഒരു ആൺകുട്ടി എക്സ്പീരിയൻസ്, അല്ലേ, അനുഭവിച്ചറിഞ്ഞത്, ആൻഡ് ബ്ലെൻഡഡ് വിത്ത് എസൻസ് ഓഫ് നേച്ചർ, അല്ലേ, നമ്മുടെ പ്രകൃതിയുടെ ആ സത്തിലേക്ക് അലിഞ്ഞു തീർന്നത്, അല്ലെ, കൂട്ടിക്കലർത്തപ്പെട്ടത്, ബ്ലെൻഡ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ചാപ്റ്റർ Adventures in a Banyan Tree. I think the word adventure is very familiar to you. Adventure means, what is adventure?
അല്ലേ? സാഹസികത എന്നുള്ള അർത്ഥമാണ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ അല്ലെ, നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു ബനിയൻ ട്രീ അല്ലെ, ഒരു ആൽമരം. അപ്പോൾ ഒരു ആൽമരത്തിലെ സാഹസികതകൾ, അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather at the age of 65 could no longer climb it. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെ നമ്മുടെ റസ്കിൻ ബോണ്ട് പറയുന്നത്, Though the house and grounds of our home in India were grandfather's domain, അല്ലേ, ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും പറമ്പുമെല്ലാം ഗ്രാൻഡ്ഫാദറിൻ്റെ ഡൊമൈൻ മീൻസ് അല്ലേ, ആൻ ഏരിയ അണ്ടർ വൺസ് കൺട്രോൾ അല്ലേ, ആധിപത്യം, സാമ്രാജ്യം എന്നൊക്കെയുള്ള അർത്ഥമാണ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും പറമ്പുമെല്ലാം എൻ്റെ മുത്തച്ഛൻ്റെ അധീനതയിലായിരുന്നെങ്കിൽ കൂടി, ആധിപത്യത്തിലായിരുന്നെങ്കിൽ കൂടി, അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ സാമ്രാജ്യമായിരുന്നെങ്കിൽ കൂടി, ദ മാഗ്നിഫിസൻറ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ, ചീഫ്ലി ബിക്കോസ് ഗ്രാൻഡ്ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 അല്ലേ, അവിടെ ഉണ്ടായിരുന്ന ആ മാഗ്നിഫിസൻ അല്ലേ, മാഗ്നിഫിസൻ എന്ന് പറഞ്ഞാൽ എലഗൻ അല്ലേ, പ്രൗഢമായിട്ടുള്ള എന്നൊക്കെയുള്ള അർത്ഥമാണ് മാഗ്നിഫിസൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രൗഢഗംഭീരമായിട്ട് അവിടെ വളർന്നു നിൽക്കുന്ന ആ ആൽമരം എൻ്റെ അധീനതയിലായിരുന്നു, പ്രധാനമായിട്ടും ഈ കുട്ടിയുടെ, അതായത് റസ്കിൻ ബോണ്ടിൻ്റെ അധീനതയിലായിരുന്നു, അല്ലെങ്കിൽ ആധിപത്യത്തിലായിരുന്നു ആ ആൽമരം എന്ന് പറയുന്നത്. അതിനുള്ള കാരണം എന്താണ്? ബിക്കോസ് ഗ്രാൻഡ്ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. തൻ്റെ 65-ാമത്തെ വയസ്സിൽ നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് ആ മരത്തിൽ കയറാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ മരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആധിപത്യം എന്ന് പറയുന്നത് ആ കുട്ടിക്കായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഗ്രാൻഡ് മദർ യൂസ് ടു ടീസ് ഹിം അബൌട്ട് ദിസ് ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ഡസ്മൻ, ആൻ ഇംഗ്ലീഷ് വുമൻ ഹു ലിവ് ടു ദ ഏജ് ഓഫ് 117 ആൻഡ് വുഡ് ഹാവ് ലിവ് ലോങ്ങർ ഇഫ് ഷീ ഹാഡ് ഇൻ ഫാളൻ വൈൽ ക്ലൈംബിങ് ആൻ ആപ്പിൾ ട്രീ. അപ്പോൾ വീണ്ടും അവിടെ പറയുന്നത് എന്താണ്? ഗ്രാൻഡ് മദർ യൂസ് ടു ടീസ് ഹിം അല്ലേ, പലപ്പോഴും എന്താണ് നമ്മുടെ ഗ്രാൻഡ് മദർ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കാറുണ്ടായിരുന്നു, ടീസ് ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ പരിഹസിക്കാറുണ്ടായിരുന്നു. എന്ത് പറഞ്ഞിട്ടാണ്? ഹി വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ഡസ്മൺ അല്ലേ. കൗണ്ടസ് ഓഫ് ഡസ്മൺ എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ കൗണ്ടസ് ഓഫ് ഡസ്മൺ എന്ന് പറയുന്നത് എ നിക്നെയിം യൂസ്ഡ് ബൈ ദ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ടു ഡിനോട്ട്സ് ഹെർ ലോഞ്ചിവിറ്റി. അതായത് പ്രധാനമായിട്ടും നമ്മുടെ ഇംഗ്ലീഷ് എഴുത്തുകാരൊക്കെ ഒരു വ്യക്തിയുടെ ദീർഘായുസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് കൗണ്ടസ് ഓഫ് ഡസ്മൺ അല്ലേ. കൗണ്ടസ് എന്ന് പറഞ്ഞ ഒരു പ്രഭു കുടുംബത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഒരു പ്രഭുവിൻ്റെ ഭാര്യ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ശരിക്കും കൗണ്ടസ് എന്ന് പറഞ്ഞാൽ പ്രഭി എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇവിടെ കൗണ്ടസ് ഓഫ് ഡസ്മൺ പറഞ്ഞ യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ ദീർഘായുസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് കൗണ്ടസ് ഓഫ് ഡസ്മൺ എന്ന് പറയുന്നത്. ശരിക്കും അതൊരു കഥാപാത്രത്തിൻ്റെ പേരാണ്. കാതറിൻ ഫിറ്റ്സ് ജെറാൾഡ് എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി, അപ്പോൾ കൗണ്ടസ് ഓഫ് ഡസ്മണ്ടിൻ്റെ പേര് പറഞ്ഞ് ഒരു ഇംഗ്ലീഷ് വുമൻ ഹു ഹാവ് ലിവ് ടു ദ ഏജ് ഓഫ് 117 അല്ലെ, ഏകദേശം 117 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സ്ത്രീയുടെ പേര് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കൗണ്ടസ് ഓഫ് ഡസ്മണ്ടിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ പരിഹസിക്കാറുണ്ടായിരുന്നു. ആൻഡ് വുഡ് ഹാവ് ലിവ് ലോങ്ങർ ഇഫ് ഷീ ഹാഡ് ഇൻ ഫാളൻ വൈൽ ക്ലൈംബിങ് ആൻ ഒരു ആപ്പിൾ ട്രീ അല്ലെ. ഒരു ആപ്പിൾ മരത്തിൻ്റെ മുകളിൽ കയറുന്നതിനിടക്ക് വീണ് മരണപ്പെട്ട ഒരു ഇംഗ്ലീഷ് സ്ത്രീയുടെ പേര് പറഞ്ഞ് പലപ്പോഴും ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കാൻ, തൻ്റെ 117-ാമത്തെ വയസ്സിൽ ആ ആപ്പിൾ മരത്തിൽ കയറാനുള്ള ശ്രമത്തിലാണ് ആ സ്ത്രീ മരണപ്പെട്ടത്, അല്ലെങ്കിൽ ആപ്പിൾ മരത്തിൽ കയറാൻ ശ്രമിക്കുമ്പോഴാണ് ആ സ്ത്രീ അതിൽ നിന്ന് വീണ് മരണപ്പെടുന്നത്. അതായത് ആപ്പിൾ മരത്തിൽ കയറാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിൽ കൂടുതൽ കാലം ആ സ്ത്രീ ജീവിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൻ്റെ 65-ാമത്തെ വയസ്സിൽ ഗ്രാൻഡ് ഫാദറിന് ആ മരത്തിൽ കയറാൻ പറ്റാത്തത് കാരണം പലപ്പോഴും നമ്മുടെ ഗ്രാൻഡ് മദർ ഈ പേര് പറഞ്ഞ് നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ പരിഹസിക്കാറുണ്ടായിരുന്നു, കളിയാക്കാറുണ്ടായിരുന്നു. ദ സ്പ്രെഡിംഗ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. അപ്പോൾ വീണ്ടും നമ്മുടെ റസ്കിൻ ബോണ്ട് പറയുന്നത് എന്താണ്? പടർന്ന് പിടിച്ച ശിഖരങ്ങളും ഭൂമിയിലേക്ക് തന്നെ വളർന്ന് വീണ്ടും വേര് പിടിച്ച സങ്കീർണമായ കമാന ആകൃതിയിൽ തീർത്തു നിൽക്കുന്ന ആ വൻ ആൽമരം എനിക്ക് അതിരില്ലാത്ത ആഹ്ലാദം നൽകിയിരുന്നു. അപ്പോൾ ആൽമരത്തിലെ ആ നാച്ചുറൽ ബ്യൂട്ടിയാണ് അവിടെ വർണ്ണിക്കുന്നത്. ആ ആൽമരത്തിൽ കാണുന്ന കാഴ്ചകളാണെങ്കിൽ ആൽമരത്തിൻ്റെ ഭംഗിയാണ് നമ്മുടെ റസ്കിൻ ബോണ്ട് അവിടെ വർണ്ണിക്കുന്നത് അല്ലേ. അവിടെ പറയുന്നുണ്ടല്ലേ,
which carved to the ground and took root again, forming a maze of arches എന്നാണ് പറയുന്നത് അല്ലേ. മെയ്സ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിക്കേറ്റഡ് ഓർ കൺഫ്യൂസിങ് നെറ്റ്വർക്ക് എന്നാണ്. നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥ എന്നുള്ള അർത്ഥമാണ് മെയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കാണാൻ ആ ആൽമരത്തിൻ്റെ ഭംഗിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ആ ശിഖരങ്ങൾ താഴേക്ക് വളർന്നു വന്ന് ഭൂമിയിലേക്ക് താന്നു വന്ന് വീണ്ടും അവിടുന്ന് വേര് പിടിച്ചെന്താണ് കമാനാകൃതിയിൽ അതിൻ്റെ ശിഖരങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ കാഴ്ച എന്ന് പറയുന്നത് ആ കുട്ടിയെ സംബന്ധിച്ചെന്തായിരുന്നു, ഗിവ് ഹിം എൻഡ്ലെസ് പ്ലഷർ അല്ലേ, അതിരില്ലാത്ത ആഹ്ലാദം, അതിരില്ലാത്ത സന്തോഷം ആ കുട്ടിക്ക് നൽകുമായിരുന്നു. The tree was older than the house, older than grandfather, as old as the town of Dehra, nestling in a valley at the foot of the Himalayas. ഞാൻ മരത്തിനെ പറ്റി വീണ്ടും ആ കുട്ടി പറയുന്നത് എന്താണ്, ആ ആൽമരം എന്ന് പറയുന്നത് എന്താണ്, ആ വീടിനേക്കാളും മുത്തച്ഛനേക്കാളും പ്രായം കൂടുതൽ ആൽമരത്തിനുണ്ടായിരുന്നു അല്ലേ. ദഹ്റ എന്ന് പറയുന്ന ആ പട്ടണത്തോളം പഴക്കം ആ ആൽമരത്തിനുണ്ടായിരുന്നു എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വിത്ത് നെസ്ലിംഗ് ഇൻ ദ വാലി അറ്റ് ദ ഫൂട്ട് ഓഫ് ഹിമാലയ അല്ലേ, ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെ, അതിൻ്റെ അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദഹ്റ എന്ന് പറയുന്ന ആ പട്ടണത്തോളം പഴക്കം ആ ആൽമരത്തിനുണ്ടായിരുന്നു അല്ലേ. നെസ്ലിംഗ് അവിടെ വേർഡ് അല്ലേ, നെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിംഗ് ഉള്ള അർത്ഥമാണ് അല്ലേ, ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ സുരക്ഷിതമായി സ്ഥിതി ചെയ്യുന്ന എന്നൊക്കെയുള്ള അർത്ഥമാണ് നെസ്ലിംഗ് എന്ന് പറയുന്ന വേർഡിനുള്ളത്. അപ്പോൾ ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ സുരക്ഷിതമായിട്ട് സ്ഥിതി ചെയ്യുന്ന ദഹ്റ എന്ന് പറയുന്ന പട്ടണത്തോളം പഴക്കം ആ ആൽമരത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവരെ വീടിനേക്കാളും പഴക്കം ആൽമരത്തിനുണ്ട്. Let's move on to the second paragraph. My first friend and familiar was a small grey squirrel. അപ്പോൾ ആൽമരത്തിലെ എൻ്റെ ആദ്യത്തെ സുഹൃത്ത് എന്ന് പറയുന്നത് അല്ലേ, മൈ ഫസ്റ്റ് ആൻഡ് ഫെമിലിയർ അല്ലെ, എൻ്റെ ആദ്യത്തെ സുഹൃത്ത് എന്ന് പറയുന്നത്, എനിക്ക് പരിചയമുള്ള ആദ്യത്തെ സുഹൃത്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു, എ സ്മോൾ ഗ്രേ സ്ക്വിറൽ, ഒരു ചെറിയ അണ്ണാൻ കുഞ്ഞായിരുന്നു അല്ലേ, ചെറിയ തവിട്ട് നിറത്തിലുള്ള ചാര നിറത്തിലുള്ള ഒരു അണ്ണാൻ കുഞ്ഞായിരുന്നു എൻ്റെ ആദ്യത്തെ സുഹൃത്ത് എന്ന് പറയുന്നത്. നമ്മളൊക്കെ സാധാരണ പുറത്തൊക്കെ കാണുന്ന ഒരു ജീവിയാണ് അല്ലേ അണ്ണാർക്കണ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറിയ അണ്ണാൻ കുഞ്ഞായിരുന്നു ആൽമരത്തിലെ ഈ കുട്ടിയുടെ ആദ്യത്തെ സുഹൃത്ത് എന്ന് പറയുന്നത്. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. അല്ലേ, അപ്പോൾ അണ്ണാർക്കണ്ണനെ പറ്റിയാണ് പറയുന്നത്. അവൻ തൻ്റെ മുതുക് ആർച്ച് പോലെ വളച്ചു പിടിച്ച് അന്തരീക്ഷത്തിൽ നിന്നും മണം പിടിക്കും പോലെ ശ്വാസമെടുത്തുകൊണ്ട് അവൻ്റെ സ്വകാര്യതയിലേക്കുള്ള എൻ്റെ കടന്നുകയറ്റത്തെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവൻ്റെ ആദ്യ പെരുമാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അണ്ണാർക്കണ്ണൻ സ്ഥിരമായിട്ട് മേഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ ഓടിച്ചാടി നടക്കുന്ന സ്ഥലമാണ് ആൽമരം എന്ന് പറയുന്നത്. അപ്പോൾ ആൽമരത്തിലേക്ക് ഈ കുട്ടി ആദ്യമായിട്ട് കയറിയ സമയത്ത്, ആ കുട്ടി ആദ്യമായിട്ട് ആൽമരത്തിന് മുകളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ആ അണ്ണാർക്കണ്ണൻ തൻ്റെ കുട്ടിയെ സ്വീകരിച്ചത് എങ്ങനെയായിരുന്നു, ആർച്ചിങ് ഹിസ് ബാക്ക് അല്ലേ, തൻ്റെ ആ പുറകു വശം മുതുകു വശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ. സ്നിഫിങ് മീൻസ് ടേക്കിംഗ് എയർ ക്വിക്ക്ലി ത്രൂ ദ നോസ് അല്ലേ, നമ്മുടെ ആ മൂക്കിലൂടെ മണം പിടിക്കുന്നതിനാണ് സ്നിപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ തൻ്റെ ആ മുതുക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മണം പിടിച്ചുകൊണ്ട്, ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസെന്റ് മൈ ഇൻവാൻഷൻ ടു ഹിസ് പ്രൈവസി. അപ്പോൾ അണ്ണാർക്കണ്ണൻ്റെ പ്രൈവസിയിലേക്ക്, സ്വകാര്യമായിട്ടുള്ള സ്ഥലത്തേക്ക്, സ്വകാര്യതയിലേക്ക് ഈ കുട്ടി കടന്നു കയറിയതിൻ്റെ പേരിൽ അല്ലേ, ഇൻവാൻഷൻ ചെയ്തതിൻ്റെ പേരിൽ എന്താണ്, ഒരു റിസെൻ്റാണ് അണ്ണാർക്കണ്ണൻ ആദ്യം പ്രകടിപ്പിച്ചത്. റിസെന്റ് മീൻസ് ടു ഷോ ഡിസ്ലൈക്ക് ഓർ ആങ്കർ എന്നാണ്. നമ്മൾ ഒരാളോടുള്ള അനിഷ്ടം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ഒരാളോട് ദേഷ്യം പ്രകടിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ കുട്ടി ആൽമരത്തിന് മുകളിലേക്ക് കയറി ചെന്നപ്പോൾ അത് തീർച്ചയായിട്ടും ആർക്കും ഇഷ്ടപ്പെട്ടില്ല, ആ സ്ക്വിറലിന് അത് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് when he found that I did not arm myself with a catapult or air gun, he became friendlier. പക്ഷേ ഒരു കാര്യം അണ്ണാർക്കണ്ണന് ബോധ്യമായ എന്താണ്, ഈ കുട്ടി ആൽമരത്തിന് മുകളിലേക്ക് കയറി വന്നത് എന്തുമായിട്ടല്ല, ഒരു കാറ്റപ്പുൾട്ട് അല്ലേ. കാറ്റപ്പുൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കവണ അല്ലെങ്കിൽ തെറ്റാലി എന്നൊക്കെ പറയും. നമ്മളൊക്കെ ചെറിയ കാലത്തൊക്കെ ചെറുപ്പകാലത്തൊക്കെ നിങ്ങളും ഞാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ അല്ലേ. നമ്മൾ പക്ഷികളെ പേടിപ്പിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കല്ലൊക്കെ വെച്ച് വലിച്ചു വിടുന്ന സാധനം അല്ലേ, തെറ്റാലി എന്ന് പറയുന്നത്, കവണ എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ ഒരു കവണയോ ഒരു തെറ്റാലിയോ അതല്ലെങ്കിൽ ഒരു എയർ ഗൺ അല്ലെ തോക്കോ എന്നും ഇല്ല എന്ന് അണ്ണാർക്കണ്ണന് മനസ്സിലായപ്പോൾ ഹി ബിക്കം ഫ്രണ്ട്ലിയർ. അണ്ണാർക്കണ്ണൻ എന്തായി, ഈ കുട്ടിയുമായിട്ട് കൂടുതൽ ചങ്ങാത്തത്തിലായി, കൂടുതൽ അടുപ്പത്തിലായി, കൂടുതൽ സൗഹൃദമുള്ളവനായിട്ട് മാറി. ആൻഡ് വെൻ ഐ സ്റ്റാർട്ട് ലീവിങ് ഹിം പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്, ഹി ഗേവ് bolder and friendly, became familiar enough to take food from my hands.
പക്ഷേ പിന്നീട് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ആ അണ്ണാരക്കണ്ണന് ചെറിയ ബിസ്ക്കറ്റ് കഷ്ണങ്ങളും കേക്കൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഹി ഗ്രോ ഓൾഡർ, അല്ലേ, അണ്ണാരക്കണ്ണൻ കൂടുതൽ ധൈര്യമുള്ളവനായിട്ട് മാറി. ആൻഡ് ഫൈനലി ബിക്കം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്, അല്ലേ, അങ്ങനെ അവസാനം എന്താണ്, തൻ്റെ കയ്യിൽ വന്ന് ഭക്ഷണം എടുത്തു കൊണ്ടുപോകാൻ മാത്രം ധൈര്യമുള്ളവനായിട്ട് ആ അണ്ണാരക്കണ്ണൻ മാറാണ്. ലഭിക്കാം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. അപ്പോൾ തൻ്റെ കയ്യിൽ വന്ന് ഭക്ഷണം, കേക്കും ബിസ്ക്കറ്റൊക്കെ എടുത്തു കൊണ്ടുപോകാൻ മാത്രമുള്ള ആ സൗഹൃദത്തിലേക്ക്, ആ ധൈര്യത്തിലേക്ക് അണ്ണാരക്കണ്ണൻ മാറുകയാണ് പിന്നീട്. ബിഫോർ ലോങ് ഹി വാസ് delving into my pockets and helping himself to whatever he could find. അധികം വൈകാതെ തന്നെ അവൻ തൻ്റെ പോക്കറ്റിൽ ഇറങ്ങി തപ്പിത്തിരഞ്ഞ് കാണുന്നതെല്ലാം ഭക്ഷിക്കാൻ തുടങ്ങി. അപ്പം അത്രത്തോളം അടുപ്പമായി എന്ന് പറഞ്ഞാൽ കുട്ടിയുമായിട്ട് അത്രത്തോളം ചെങ്ങാത്തത്തിലായി. അങ്ങനെ ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ്, അല്ലേ, ഡെൽവ് മീൻ സെർച്ച് തറൗലി, അല്ലേ, വളരെ സൂക്ഷ്മമായിട്ട് കാര്യമായിട്ട് തിരയുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ബട്ട് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ്, അല്ല, ഹെൽപ്പിംഗ് ഹിംസെൽഫ് എന്ന് പറഞ്ഞ ഒരു പ്രയോഗമാണ് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ഉപയോഗിക്കുന്നത്. ഹെൽപ്പിംഗ് ഹിംസെൽഫ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈറ്റിംഗ് വാട്ട് എവർ ഹി ഗെറ്റ്സ്, അല്ലേ, എന്താണോ കിട്ടുന്നത് അതൊക്കെ എടുത്ത് ഭക്ഷിക്കുക, കഴിക്കുക. നമ്മൾ ചെറിയ കുട്ടികളുടെ സ്വഭാവം, ഇടുന്നതിൽ എന്ത് കിട്ടിയാലും ഒക്കെ എടുത്ത് തിന്നും. അപ്പോൾ അതുപോലെ തന്നെയാണ് എന്താണ് വാട്ട് എവർ ഹി ഗെറ്റ്സ്. അപ്പോൾ എന്താണോ തൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടുന്നത് അതൊക്കെ എടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങി. ഹി വാസ് വെരി യങ് സ്ക്യുറൽ, അല്ലേ, അത്ര പ്രായമൊന്നുമില്ലാത്ത വളരെ യങ് ആയിട്ടുള്ള, വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു അണ്ണാരക്കൊണ്ണനായിരുന്നു അത്. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫുളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. ഒരു പക്ഷേ ആ അണ്ണാരക്കണ്ണൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ റിലേറ്റീവ്സ്, അല്ലെ, ബന്ധുക്കാരുമൊക്കെ എന്ത് ചിന്തിക്കുന്നുണ്ടാവാം, ഈ അണ്ണാരക്കണ്ണൻ എന്താണ്, ഒരു ഹെഡ് സ്ട്രോങ് ആണ്, അല്ലെ, അവർ പറഞ്ഞതൊന്നും കേൾക്കാത്ത താന്തോന്നിയായിട്ടുള്ള, ഹെഡ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അഹങ്കാരമുള്ള അല്ലെങ്കിൽ സെൽഫ് വൈൽഡ് എന്നുള്ള അർത്ഥമാണ് താന്തോന്നി. വിത്തൗട്ട് ലിസണിങ് അതേഴ്സ് അഡ്വൈസ് ഓർ വാണിംഗ്, മറ്റുള്ള ആളുകളുടെ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ഉപദേശങ്ങളും ഒന്നും കേൾക്കാത്തൊരു വ്യക്തിയായിട്ട്. ഓൺ ഫൂളിഷ്, അതല്ലെങ്കിൽ ഒരു വിഡ്ഢിയാണെന്നൊക്കെ ഒരു പക്ഷേ അവർ ചിന്തിക്കുന്നുണ്ടാവാം. എന്തിൻ്റെ പേരിൽ? ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ, അല്ലേ, ഒരു മനുഷ്യനെ വിശ്വസിച്ചതിൻ്റെ പേരിൽ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അവിടെ സൂചിപ്പിക്കാനുള്ള കാരണം? ഒരു മനുഷ്യനെ വിശ്വസിച്ചതിൻ്റെ പേരിൽ നിന്ന് പറയാനുള്ള കാരണം എന്താണ്? സാധാരണഗതിയിൽ നമ്മുടെ മനുഷ്യന്മാർ ഇത്തരത്തിൽ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ പിടിക്കുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ആളുകളായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു മനുഷ്യനെയാണ് ഈ അണ്ണാരക്കണ്ണൻ ഒരു സുഹൃത്താക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ അണ്ണാരക്കണ്ണൻ ഒരു താന്തോന്നിയായിട്ടും അതല്ലെങ്കിൽ ഒരു വിഡ്ഢിയായിട്ടുമൊക്കെ ഒരു പക്ഷേ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. In the spring, when the banyan tree was full of small red pigs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows, squabbling with each other all the time during the pig season. The banyan tree was the nicest place on the road. ഇൻ ദ സ്പ്രിങ്, അല്ലേ, നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഒരു സീസണാണ്, അല്ലേ. നമുക്ക് സാധാരണഗതിയിൽ 4 സീസൺസാണ് നമുക്കുള്ളത്, അല്ലേ. അതിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള സീസണാണ് സ്പ്രിങ് എന്ന് പറയുന്നത്. നമ്മുടെ വസന്തകാലം, ചെടികളും പൂക്കളും കായ്കളൊക്കെ ഉണ്ടാകുന്ന, പുഷ്പിക്കുന്ന ആ കാലം എന്ന് പറയുന്നത്, അല്ലേ, കായും പൂവൊക്കെ ഉണ്ടാകുന്ന കാലം, സ്പ്രിങ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ വസന്തകാലത്ത് when the banyan tree was full of small red pigs, അല്ലേ, നമ്മുടെ ആൽമരത്തിൽ എന്താണ് ചെറിയ പഴങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും, അല്ലേ, സ്മാൾ റെഡ് പിഗ്സ്, അല്ലേ, ആൽമരത്തിൻ്റെ ആ പഴങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്ന ആ സമയത്ത് ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്, അല്ലേ. അപ്പോൾ ആൽമരത്തിലേക്ക് എന്ത് ചെയ്യും? എല്ലാ തരത്തിലുള്ള പക്ഷികളും, അല്ലേ, കൂട്ടമായിട്ട് ഫ്ലോക്ക് ഇൻ ടു ദ ബ്രാഞ്ചസ്, ആൽമരത്തിൻ്റെ ആ കൊമ്പിലേക്ക് കൂട്ടമായിട്ട് ആ പഴങ്ങൾ ഭക്ഷിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള പക്ഷികളും ആ ആൽമരത്തിലേക്ക് എത്തിച്ചേരാറുണ്ട്. ഇനി ഏതൊക്കെ തരത്തിലുള്ള പക്ഷികളാണ് അവിടെ വരുന്നത്? അവിടെ പറയുന്നുണ്ട്, അല്ലേ, ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, cheerful and greedy, gossiping rosy pastures, and parrot and crows, അല്ലേ, ഉദരഭാഗം, അല്ലേ, വയറിൻ്റെ ആ ഭാഗം ചുവപ്പ് നിറമുള്ളതും ആഹ്ലാദവതിയും ആർത്തിക്കാരിയുമായിട്ടുള്ള ബുൾബുൾ പക്ഷി, അല്ലേ. ബുൾബുൾ എന്ന് പറഞ്ഞ ഒരു സിംഗിങ് ബേർഡ്, ഒരു പാട്ട് പാടുന്ന ഒരു പക്ഷിയാണ് ബുൾബുൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീണ്ടും അവിടെ പറയുന്നത് ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, അല്ലേ, എല്ലായ്പ്പോഴും കലപില കൂട്ടുന്ന, അല്ലേ, ഗോസിപ്പിംഗ്, അല്ലേ, കലപില കൂട്ടുന്ന, ഗോസിപ്പ് ചെയ്യുന്ന, എല്ലായ്പ്പോഴും കലപില കൂട്ടുന്ന പാസ്റ്റർ പക്ഷികൾ. വീണ്ടും അവിടെ പറയുന്നത് എന്താണ്? പാരറ്റ് ആൻഡ് ക്രൗഡ്സ്, അല്ലേ, തത്തകളുണ്ടായിരിക്കും, അതുപോലെ തന്നെ കാക്കകൾ ഉണ്ടായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള പക്ഷികളെ കൊണ്ട് ആൽമരം
ആ ഫിഗ് സീസണിൽ അല്ലേ, ആൽമരത്തിൽ പഴമുണ്ടാകുന്ന ആ കാലത്ത്, ആ സ്പ്രിംഗ് സീസണിൽ ആൽമരത്തിൽ ഇത്തരത്തിൽ ഒരുപാട് പക്ഷികളെ കൊണ്ട് ആൽമരം നിറഞ്ഞിട്ടുണ്ടായിരിക്കും. സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. അപ്പോൾ അതുകൊണ്ട് ഈ പക്ഷികളൊക്കെ എന്തായിരിക്കും, ആൽമരത്തിന് മുകളിൽ സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ അല്ലേ, പരസ്പരം സ്ക്വാബ്ലിംഗ് മീൻസ് കോറലിംഗ് നോയ്സ്ലി അല്ലേ, കലഹിക്കുക എന്നുള്ള അർത്ഥം അല്ലെ, ശബ്ദം ഉണ്ടാക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ പരസ്പരം എന്താണ്, അവ കലഹിക്കുകയായിരിക്കും അവിടെ ആൽമരത്തിന് മുകളിൽ ഇരുന്ന്. സോ ഡ്യൂറിങ് ദ ഫിഗ് സീസൺ ദ ബാനിയൻ ട്രീ വാസ് ദ നോയ്സസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും അല്ലേ, ആ ഫിഗ് സീസണിൽ ആൽമരത്തിൽ പഴമുണ്ടാകുന്ന ആ കാലത്ത് അവിടുത്തെ റോഡിലെ ഏറ്റവും ശബ്ദമുഖരിതമായിട്ടുള്ള, ഏറ്റവും ബഹളമയമായിട്ടുള്ള സ്ഥലമെന്ന് പറയുന്നത്, ഏറ്റവും ഒച്ചപ്പാടുള്ള സ്ഥലമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏത് തന്നെയായിരിക്കും, നമ്മുടെ ബാനിയൻ ട്രീ തന്നെയായിരിക്കും. കാരണം എന്താണ്, ആ പഴം ഭക്ഷിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള പലതരത്തിലുള്ള പക്ഷികളുടെ ശബ്ദങ്ങൾ കൊണ്ടെന്തായിരിക്കും ആ ആൽമരം നിറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഏറ്റവും ബഹളം ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആ ഫിഗ് സീസണിൽ അവിടെ ആൽമരം തന്നെയായിരിക്കും. Halfway up the tree, I had built a small platform on which I would often spend the afternoon when it wasn't too hot. അപ്പോൾ വീണ്ടും ആ കുട്ടി പറയുന്നത് അല്ലേ, നമ്മുടെ റസ്കിൻ ബോണ്ട് പറയുന്നത് ഹാഫ് വേ അപ്പ് ദ ട്രീ അല്ലേ, ആ മരത്തിൻ്റെ പകുതി ഉയരത്തിൽ ഐ ബിൽറ്റ് എ സ്മാൾ പ്ലാറ്റ്ഫോം അല്ലേ, ഞാൻ എന്ത് നിർമ്മിച്ചിട്ടുണ്ട്, ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം, ഒരു ചെറിയൊരു തട്ട് നിർമ്മിച്ചിട്ടുണ്ട്. സാധാരണ മരത്തിന് മുകളിലൊക്കെ നമ്മൾ ഇരിക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ ചെറിയ ഇരിപ്പിടങ്ങൾ നിർമ്മിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്താണ്, ഒരു ചെറിയ ഇരിപ്പിടം, ചെറിയൊരു പ്ലാറ്റ്ഫോം, ഒരു പ്രതലം ആ കുട്ടി ആ മരത്തിന് മുകളിൽ നിർമ്മിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്, ഓൺ വിച്ച് ഐ വുഡ് ഓഫൻ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺ വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട് അല്ലേ, അധികം ചൂടില്ലാത്ത സമയങ്ങളിൽ, ഉച്ചയ്ക്ക് ശേഷം അധികം ചൂടില്ലാത്ത സമയങ്ങളിലൊക്കെ ആ കുട്ടി തൻ്റെ സമയം ചെലവഴിച്ചിരുന്നത് എവിടെയായിരുന്നു, ആ മരത്തിന് മുകളിലുള്ള ആ ചെറിയ പ്ലാറ്റ്ഫോമിലായിരുന്നു. ഐ കുഡ് റീഡ് ദർ propping myself up against the hole of the tree with cushions taken from the drawing room. ഞാൻ കുട്ടി അത്തരത്തിലൊരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചിട്ടുള്ള എന്തിനാണ്, ഒന്നാമതായിട്ട് അവിടെ ഇരുന്ന പ്രകൃതിയിലെ കാഴ്ചകൾ കാണാനും, അതുപോലെ തന്നെ എന്താണ്, ആ ചൂടില്ലാത്ത സമയങ്ങളിൽ, ഒഴിവ് സമയങ്ങളിൽ എന്താണ്, പുസ്തകങ്ങളൊക്കെ അവിടെ വായിക്കുന്നതിന് വേണ്ടിയാണ് അല്ലേ. ഞാൻ കുട്ടി പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും അതിന് വേണ്ടി, propping myself up against the hole of the tree with cushions taken from the drawing room അല്ലേ, തൻ്റെ വീട്ടിലെ സ്വീകരണ മുറിയിൽ നിന്നും എടുത്ത തലയിണ മരത്തിലേക്ക് ചാരി വെച്ച് ആ കുട്ടി അവിടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ തൻ്റെ വീട്ടിലെ ആ സ്വീകരണം നമ്മൾ ഓഫീസ് റൂം എന്ന് പറയും. അപ്പോൾ ഓഫീസ് റൂമിൽ നിന്ന് ഒരു തലയിണ എടുത്തു കൊണ്ടുവന്ന് ആ മരത്തിൻ്റെ ദ ബോൾ എന്നാണ് പറയുന്നത് അല്ലേ, ബോൾ എന്ന് പറഞ്ഞാൽ ട്രങ്ക് ഓഫ് എ ട്രീ അല്ലേ, ആ തടിമരം, ആ മരം എന്നാണ്. അതുപോലെ തന്നെ പ്രോപ്പിംഗ് എന്ന് പറയുന്നത് സപ്പോർട്ടിങ് അല്ലേ, മരത്തിന് ചാരി വെച്ചുകൊണ്ടെന്നാണ്, തൻ്റെ ആ കുഷ്യൻസ് ചാരി വെച്ചുകൊണ്ട്, തലയണ ചാരി വെച്ചുകൊണ്ട് അവിടെ ചാരി ഇരുന്നു കൊണ്ട് ആ കുട്ടിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുമായിരുന്നു. ഇനി അവിടെ കുട്ടി ഏതൊക്കെ തരത്തിലുള്ള പുസ്തകങ്ങളാണ് അവിടെ വായിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻ, ദ മോഗ്ലി സ്റ്റോറീസ് അല്ലേ, മോഗ്ലി സ്റ്റോറീസ് ഒക്കെ നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ട്രഷർ ഐലൻഡ് ഉണ്ട്, ഹക്കിൾബെറി ഫിൻ ഉണ്ട്, മോഗ്ലി സ്റ്റോറീസ് ഉണ്ട്, ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗാർ വൈസ് ആൻഡ് ബറോസ് അല്ലേ, ആൻഡ് ലൂയിസ മേ ആൽക്കോട്ട്. അതുപോലെ തന്നെ എഡ്ഗാർ വൈസ് ബറോസിൻ്റെയും ലൂയിസ ആൽക്കോട്ടിൻ്റെയും നോവലുകൾ. അപ്പോൾ അത്തരത്തിൽ എന്താണ്, ഒരുപാട് പുസ്തകങ്ങൾ ആ കുട്ടി ആ മരത്തിന് മുകളിൽ ചാരി ഇരുന്നു കൊണ്ട് വായിക്കാറുണ്ടായിരുന്നു. മെയ്ഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സഡ് റീഡിങ് ആണ്. ഇത്തരത്തിൽ എന്താണ്, ഒരുപാട് പുസ്തകങ്ങളെ കൊണ്ടെന്നാണ് ഈ പുസ്തകങ്ങളെല്ലാം, ഇതെല്ലാം എൻ്റെ വായനയുടെ വൈവിധ്യം തീർത്തു. അപ്പോൾ ഇത്തരത്തിൽ എന്താണ്, വൈവിധ്യമായിട്ടുള്ള പുസ്തകങ്ങളാണ് ആ കുട്ടി ആ വനത്തിന് മുകളിൽ നിന്ന് വായിച്ചു കൊണ്ടിരുന്നത്. When I did not feel like reading, I could dawn through the banyan tree leaves at the word below. അങ്ങനെ പലപ്പോഴും എനിക്ക് ചിലപ്പോൾ വായിക്കാൻ മൂടില്ലാത്ത സമയത്ത് അല്ലേ, നമുക്ക് എല്ലാ സമയത്തും നമ്മുടെ മൂഡ് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ നല്ല വായിക്കാനുള്ള നല്ല താല്പര്യം ഉണ്ടായിരിക്കും, ചില സമയത്ത് നമ്മൾ ബോറടിച്ച് വായിക്കാനൊന്നും ഒരു മൂടില്ലാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ എത്തരത്തിൽ എന്താണ്, കുട്ടിക്ക് വായിക്കാൻ താല്പര്യമില്ലാത്ത ആ സമയങ്ങളിൽ കുട്ടി എന്ത് ചെയ്യുമായിരുന്നു, ഹി കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബാനിയൻ ലീവ്സ് അറ്റ് ദ വേർഡ് ബിലോ അല്ലേ, ബനിയൻ മരത്തിൻ്റെ മുകളിലിരുന്ന് കൊണ്ടെന്താണ് ആ ഇലകൾക്കിലൂടെ കുട്ടി താഴേക്ക് നോക്കും. ആ താഴേക്ക് നോക്കുമ്പോൾ കുട്ടി കാണാൻ പറ്റുന്ന കാഴ്ചകൾ എന്താണ്, അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പോർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ് അല്ലേ, തൻ്റെ മുത്തശ്ശി തുണികൾ അലക്കിയിടുന്നതും അതുപോലെ തന്നെ അലക്കിയിട്ട വസ്ത്രങ്ങൾ എടുത്തു കൊണ്ടുപോകുന്നതുമായിട്ടുള്ള കാഴ്ചകൾ ആ കുട്ടിക്ക് അവിടെ കാണാമായിരുന്നു. അതുപോലെ തന്നെ അറ്റ് ദ കുക്ക് ക്വാറലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ അറ്റ് ദ ഗ്രാൻഡ് ഫാദർ ഓർ അറ്റ് ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർട്ടി ഇന്ത്യൻ മെറിഗോൾഡ് ഇറ്റ് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിംഗിങ് അപ്പ് ഓൾ ഓവർ ഹിസ്
വെരി ഇംഗ്ലീഷ് ഗാർഡൻ. അതുപോലെ തന്നെ അവിടുത്തെ പാചകക്കാരനായിട്ടുള്ള വ്യക്തി അല്ലേ, ഹി വാസ് ക്വാറലിംഗ് വിത്ത് ദ ഫ്രൂട്ട് വെൻഡർ അല്ലേ, അവിടുത്തെ ആ പഴം വിൽക്കുന്ന ആളുമായിട്ടില്ലേ, പഴം കച്ചവടക്കാരനുമായിട്ട് തർക്കിക്കുന്ന കാഴ്ച. ഓർ ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മെരിഗോൾഡ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. അതുപോലെ തന്നെ മുത്തശ്ശനാണെങ്കിലോ തൻ്റെ ഇംഗ്ലീഷ് ഗാർഡനിലെ വാശിയിലെന്ന പോലെ വളരുന്ന ആ ജമന്തി ചെടികളോട് അല്ലേ, അവിടെ പറയുന്നല്ലേ മെരിഗോൾഡ്, ഇന്ത്യൻ മെരിഗോൾഡ്, അപ്പോൾ ഇന്ത്യൻ ജമന്തി ചെടികളോട് തർക്കിക്കുന്നത് അല്ലെങ്കിൽ പെറുപിറുക്കുന്നതൊക്കെ ആ മരത്തിന് മുകളിൽ നിന്ന് ആ കുട്ടിക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് അവിടെ ഒരു ഇംഗ്ലീഷ് ഗാർഡൻ ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞു അദ്ദേഹം ഒരു ഇന്ത്യക്കാരനായിരുന്നെങ്കിൽ കൂടി എന്താണ്, ഒരു ബ്രിട്ടീഷ് അസെൻ്റ് അദ്ദേഹത്തിനുണ്ട് അല്ലേ, അതായത് ബ്രിട്ടനുമായിട്ടുള്ള ചെറിയ ബന്ധം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു വൈദേശികമായിട്ടുള്ള ഒരു ഗാർഡൻ അദ്ദേഹം അവിടെ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഗാർഡനിലേക്ക് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ഗാർഡനിലേക്ക് പടരാൻ വേണ്ടി കൊതിക്കുന്ന, നിർബന്ധപൂർവ്വം പടർന്ന് പന്തലിച്ച് വരുന്ന ഇന്ത്യൻ മെറിഗോൾഡ്, നമ്മുടെ ഇന്ത്യയിലൊക്കെ കാണുന്ന സാധാരണയുള്ള ജമന്തി പൂവ് അല്ലേ, അപ്പോൾ ആ മരത്തിനോട് പെറുപിറുക്കുന്നതൊക്കെ ആയിട്ടുള്ള കാഴ്ചകൾ ആ മരത്തിന് മുകളിൽ നിന്ന് ആ കുട്ടിക്ക് കാണാൻ കഴിയുമായിരുന്നു. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻ വെൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ അല്ലേ. അപ്പോൾ അതുകൊണ്ട് സാധാരണ കുട്ടി ആ ബനിയത്തിന് മുകളിൽ ഇരിക്കുന്ന സമയത്ത് എന്താണ്, വളരെ ആവേശകരമായിട്ടുള്ള ഈ സാധാരണ കാണുന്ന ഈ കാഴ്ചകൾക്ക് പുറമെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അല്ലെ, ആശ്ചര്യം തോന്നിക്കുന്ന, ആവേശം തോന്നിക്കുന്ന കാഴ്ചകളൊന്നും സാധാരണഗതിയിൽ ആ കുട്ടി കാണാറില്ലായിരുന്നു. ബട്ട് ഓൺ വൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, പക്ഷേ ഒരു പ്രത്യേക ദിവസം ഉച്ചയ്ക്ക് ശേഷം, ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ അല്ലേ, തൻ്റെ ആ സമ്മർ സീസൺ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ആവേശകരമായിട്ടുള്ള കാഴ്ച ആ മരത്തിന് മുകളിൽ നിന്ന് ആ കുട്ടിക്ക് കാണാൻ പറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളൊരു വലിയ ചാപ്റ്റർ ആയത് കാരണം നമ്മൾ ആദ്യത്തെ പാർട്ട് ഇവിടെ നമ്മൾ നിർത്തുകയാണ്. നമ്മൾ ബാക്കി അടുത്ത വീഡിയോയിൽ നമ്മളിതിൻ്റെ ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്.